കടയും തലയും മുക്കി ഹോമിക്കും. പ്രണവം ചൊല്ലി ഹോമിക്കും. പ്രണവം ചൊല്ലി ഹോമിച്ചു കഴിഞ്ഞ് നമ്മൾ ആദ്യം സ്രുവ എടുത്ത് നമ്മൾ പ്രണവവ്യാഹൃതിയായിട്ട് ആദ്യം ഹോമിക്കും. പ്രണവവ്യാഹൃതി കഴിഞ്ഞ് നമ്മൾ വീണ്ടും വരുന്ന പീഠപൂജാമന്ത്രം കൊണ്ട് ഹോമിക്കും. പീഠപൂജാമന്ത്രം കൊണ്ട് ഹോമിച്ച് പിന്നെ മൂർത്തിപൂജാമന്ത്രം ഹോമിക്കും. മൂർത്തിപൂജാമന്ത്രം കൊണ്ട് ഹോമിക്കുന്ന സമയത്ത് നമ്മൾ സംവാദത്തോടു കൂടിയാണ് എഴുതുന്നത്. അപ്പോൾ ഒരു സംവാദപാത്രം നമ്മൾ താഴെ വെച്ചേക്കും. ഇത് വെക്കും. അത് നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒഴിച്ചതിൻ്റെ ഒരു ശകലം 80% കൊണ്ട് 20% നമ്മൾ സംവാദം എടുക്കും. അങ്ങനെ സംവാദത്തോടു കൂടി മൂർത്തി പൂജാമന്ത്രം കൊണ്ട് ആദ്യം ഹോമിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ പൂർണ്ണാഹുതി 4 പ്രാവശ്യം ചതുർവിധീതമായിട്ട് നമ്മൾ 4 പ്രാവശ്യം നെയ് വാർക്കും. നമ്മൾ ദുഹുവിലോട്ട് കോരി നിറച്ചിട്ട് നമ്മൾ ഒന്നെങ്കിൽ പ്ലാവില കൊണ്ട് ആലില കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ വാഴയില കൊണ്ട് ഒരു കുമ്പിൾ കൂട്ടി ശുഭം നെയ് കോരി നിറയ്ക്കും. നെയ് കോരി നിറച്ചതിന് ശേഷം നമ്മൾ ദുഹു നിറച്ചതിന് ശേഷം ശുഭത്തിൻ്റെ തലഭാഗം കൊണ്ട് നമ്മൾ അടച്ചു പിടിച്ച് നമ്മൾ കിടങ്ങി ഇങ്ങനെ നമ്മൾ മൃഗമുദ്ര പോണക്ക് പിടിക്കും. മൃഗമുദ്രയായിട്ട് പിടിച്ചിട്ട് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ ആദ്യം എഴുന്നേറ്റ് ഹോമിക്കണം. അപ്പം ശിവനാണെങ്കിൽ ഓം ഓം വ്യോമം വ്യാപിനെ ഓം നമോ ഭഗവതി വാസുദേവ ഓം ഭോഷ അങ്ങനെയൊക്കെ മഹാവിഷ്ണു ഓരോരുത്തർക്കും ഓരോ പൂർണ്ണാഹുതി മന്ത്രം മാറും. ഇത് പൂർണ്ണാഹുതി എന്നാണ് പറയുന്നത്. അങ്ങനെ പൂർണ്ണാഹുതി ചെയ്യും. പൂർണ്ണാഹുതി ചെയ്ത് നമ്മുടെ സുഖമെടുത്ത് മളത്തിൽ തന്നെ മാറ്റി വെച്ച് വീണ്ടും അഷ്ടാദ്യാഹുതി എന്ന് പറയുന്നത് മൂലമന്ത്രം 8 പ്രാവശ്യം. ഇപ്പം ഗണപതി ഹോമമാണ്. ഇപ്പം ഗണപതി നമസ്വാഹം, ഓം ഗണപതി നമസ്വാഹം, ഓം ഗണപതി അങ്ങനെ 8 പ്രാവശ്യം ചെയ്ത് വീണ്ടും ഒരു പൂർണ്ണാഹുതി ചെയ്തിട്ട് നമ്മൾ പൂർണ്ണാഹുതിക്ക് എപ്പോൾ എഴുന്നേറ്റിരിക്കണം. മാറ്റി കഴിഞ്ഞ് പിന്നെ ദ്രവ്യങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ ദ്രവ്യം ഇപ്പം മൃത്യുഞ്ജയഹോമമാണ് 140 വള്ളി കൊണ്ട് എള്ളുകല്ല പല 144 വെച്ചാൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം 144 ചെയ്ത് കഴിയുമ്പോൾ ഒരു പൂർണ്ണാഹുതി ചെയ്യും. അങ്ങനെ എല്ലാ പൂർണ്ണാഹുതിയും കഴിഞ്ഞ് നമ്മൾ വീണ്ടും വ്യാഹൃതി പ്രണവമായിട്ട് നമ്മൾ ഹോമം തീർക്കുക. വ്യാഹൃതി പ്രണവമായിട്ട് നമ്മൾ പൂർഭസ്വാഹ ഓംസ്വാഹ നമ്മളിങ്ങനെ വ്യാഹൃതി പ്രണവമായിട്ട് നമ്മൾ ഹോമം തീർത്ത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഇതെടുത്ത് നമ്മുടെ ഈ അങ്കുല അളന്ന് നോക്കിയിട്ട് നമ്മൾ സ്രൂവിലോട്ട് വെച്ച് സ്രൂ മടക്കി വെച്ച് കോരി വാർക്കുക എന്ന് പറയും. ഇതുകൊണ്ട് നമ്മുടെ പൂർണ്ണാഹുതി മന്ത്രവും മൂലമന്ത്രവും കൊണ്ട് നമ്മൾ കോരി എഴുന്നേറ്റ് നിന്ന് വാർത്തൊഴിച്ച് കുറച്ച് സംവാദത്തിൽ ഒഴിച്ച് വടക്ക് മാറ്റി വിടും. വടക്കിറക്കി വിടും.